Next is enumerated data type. നമ്മൾ നേരത്തെ പറഞ്ഞു enumerated data type എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ഡേറ്റ ടൈപ്പ് ആണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു വേരിയബിളിൽ enumerated data type ആണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ആ വേരിയബിൾ എടുക്കാവുന്ന വാല്യൂസ് എല്ലാം കൂടെ മെൻഷൻ ചെയ്തിരിക്കും. അതായത് enumerated data type ഉള്ള വേരിയബിൾസ് ആണെങ്കിൽ ഈ ഡേറ്റ ടൈപ്പ് തന്നെ സ്പെസിഫൈ ചെയ്യും ആ വേരിയബിൾസിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം. ക്ലിയർ? സോ ആ വേരിയബിൾസിന് enumerated ഡേറ്റ ടൈപ്പ് ഉള്ള വേരിയബിൾസ് ആണെങ്കിൽ അതിൽ തന്നെ മെൻഷൻ ചെയ്തേക്കും. ഇങ്ങനെയുള്ള ഡേറ്റ ടൈപ്പ് തന്നെ മെൻഷൻ ചെയ്യും. ഈ ഡേറ്റ ടൈപ്പിൽ വരുന്ന വേരിയബിൾസിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്ത് വരുന്ന ഡേറ്റ ടൈപ്പ് ആണ് enumerated ഡേറ്റ ടൈപ്പ്. അതിനെ ഇനം എന്നുള്ള കീവേഡ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്. Defined using ഈ കീവേഡ് ഉപയോഗിച്ചാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. Specifies all the legal values a variable of this type may have. So ഇതിന്റെ ജനറൽ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. General form of declaration. General form of declaration എങ്ങനെയാണെന്ന് നോക്കാം. enum type name enum keyword ഇനി enum type name കൊടുത്തിട്ട് enumeration list അത് കഴിഞ്ഞിട്ട് വേരിയബിൾ ലിസ്റ്റ്. ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. enum കീവേഡ്, അത് കഴിഞ്ഞ് enum ടൈപ്പ് നെയിം, ഇനി അതിനകത്ത് വരുന്ന വാല്യൂസ്, അതാണ് എന്യൂമറേഷൻ ലിസ്റ്റ്. പിന്നെ ഈ ഡേറ്റ ടൈപ്പിലുള്ള വേരിയബിൾസിന്റെ ലിസ്റ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ എടുക്കാം. enum ഡേ sun സോ ഇങ്ങനെ ഒരു എക്സാമ്പിൾ, ഈ എക്സാമ്പിളിൽ നോക്കിയാൽ മനസ്സിലാക്കാം. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം. enum എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് വീണ്ടും ഡേ എന്ന് പറഞ്ഞ് വീക്ക് ഡേ ഹോളിഡേ ഇങ്ങനെയും കൊടുക്കാം. സോ ഇതിനകത്ത് രണ്ട് ഐഡന്റിഫയേഴ്സ് ഉണ്ട്, വീക്ക് ഡേ ഹോളിഡേ. ഈ എക്സാമ്പിളിൽ പറയുന്ന രണ്ട് ഐഡന്റിഫയേഴ്സ് വീക്ക് ഡേയും ഹോളിഡേക്കും ഈ ലിസ്റ്റ് ഓഫ് എന്യൂമറേഷൻ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് എടുക്കാൻ പറ്റും. സോ വീക്ക് ഡേയും ഹോളിഡേ എന്ന് പറയുന്ന രണ്ട് ഐഡന്റിഫയേഴ്സിന് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് അതിന്റെ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ അർത്ഥം. So the identifiers weekday and holiday can take only one of the constants available in the enumeration list. ഇവിടെ രണ്ട് വേരിയബിൾ, നമ്മൾ വേരിയബിൾ ലിസ്റ്റ് ആയിട്ടാണ് വീക്ക് ഡേയും ഹോളിഡേയും പറയുന്നത്. സോ ഈ രണ്ട് ഐഡന്റിഫയേഴ്സിനും ആ രണ്ട് വേരിയബിൾസിനും ഈ എന്യൂമറേഷൻ ലിസ്റ്റിൽ വരുന്ന ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് എടുക്കാൻ പറ്റും അതിന്റെ വാല്യൂ ആയിട്ട്.
അതാണ് എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പിന്റെ പ്രത്യേകത. ആ ഡേറ്റ ടൈപ്പ് ഫോളോ ചെയ്യുന്ന വേരിയബിൾസിന് അതിൽ മെൻഷൻ ചെയ്തേക്കുന്ന വാല്യൂസ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റൂ. സോ ഈ എന്യൂമറേഷൻ ലിസ്റ്റിൽ വരുന്ന ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും വീക്ക് ഡേയും ഹോളിഡേ എന്ന് പറയുന്ന രണ്ട് ഐഡന്റിഫയേഴ്സിന്റെ വാല്യൂ. Now, each of the constants stands for an integer value. ഓരോ കോൺസ്റ്റന്റും ഒരു ഇന്റീജർ വാല്യൂവിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. Unless initialize, the value of first element in enumeration is 0 and subsequent elements are values in sequence. So each of the constants stands for integer value. ഇതിലെ ഓരോ കോൺസ്റ്റന്റും ഓരോ ഇന്റിജർ വാല്യൂ ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് എന്യൂമറേഷൻ ലിസ്റ്റിലെ ഫസ്റ്റ് എലമെന്റ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എലമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ വാല്യൂസ് ഇൻ സീക്വൻസ്, ബാക്കിയുള്ള എലമെന്റ്സിന് സീക്വൻഷ്യൽ ആയിട്ടുള്ള വാല്യൂസും വരും. സബ്സിക്വന്റ് എലമെന്റ്സിന് നമ്മൾ എന്യൂമറേഷൻ ലിസ്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എലമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ സബ്സിക്വന്റ് എലമെന്റ്സിന് സീക്വൻഷ്യൽ ആയിട്ടുള്ള വാല്യൂസ് വരും. It is also possible to specify the value of one or more enumeration constant by initializing and following constant assume consecutive values in sequence. ചില കേസിൽ നമുക്ക് ഒന്നിലധികം it is also possible to specify value of one or more enumeration constant. ഒന്നിലധികം enumeration constantന്റെ വാല്യൂ സ്പെസിഫൈ ചെയ്യാൻ പറ്റും by initializing and following constants assume consecutive values in sequence. നമുക്ക് ഒന്നിലധികം വാല്യൂസിനെ അസൈൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ അസൈൻ ചെയ്യാതെ കിടക്കുന്ന വാല്യൂസിനെല്ലാം സീക്വൻഷ്യൽ ആയിട്ടുള്ള വാല്യൂ വരും. അതാണ് അതിൽ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പൊ വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഫസ്റ്റ് 0 ആയിരിക്കും, അടുത്തതിന് അതിന് സീക്വൻഷ്യൽ ആയിട്ടുള്ള വാല്യൂ വരും. നമുക്ക് ഒന്നിലധികം വേരിയബിൾസിനെ നമുക്ക് ഒന്നിലധികം എന്യൂമറേഷൻ കോൺസ്റ്റന്റിനും വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് അതിന്റെ അടുത്ത കോൺസ്റ്റന്റിന് സീക്വൻഷ്യൽ ആയിട്ടുള്ള വാല്യൂ വരും. അതായത് ഈനം, മന്ത്, ജാൻ, ഫെബ്, മാർച്ച് ഈക്വൽ ടു 10 ഇങ്ങനെയാണ് കൊടുക്കണമെങ്കിൽ എന്യൂമറേഷൻ കോൺസ്റ്റന്റ് എങ്ങനെ വരുമെന്ന് നോക്കാം. ജാനിന് 0, ഫെബിന് 1, മാർച്ചിന് 10, ഏപ്രിലിന് 11. ഇങ്ങനെയായിരിക്കും എന്യൂമറേഷൻ കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ വാല്യൂ ഓർ ഇന്റിജർ വാല്യൂ. ഇവിടെ നമ്മൾ വാല്യൂസ് പറയാത്തതുകൊണ്ട് ജാനിന് 0 വരും, ഫെബിന് 1 വരും, മാർച്ചിന് 10 വരും, ഏപ്രിലിന് 11 വരും. ഇങ്ങനെയാണെങ്കിൽ അതായത് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാം, ഒന്നിലധികം വേരിയബിൾസിനെ അസൈൻ ചെയ്യാം. അസൈൻ ചെയ്യാത്തതിന് അസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഫസ്റ്റ് എലമെന്റിന് 0 വരും, പിന്നെ അതിന് സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും അടുത്ത എലമെന്റ്സിന് വരിക. പിന്നെ എവിടെ നമ്മൾ അസൈൻ ചെയ്യുന്നു, അസൈൻ ചെയ്തതിന് അസൈൻ ചെയ്ത വാല്യൂ, അത് കഴിഞ്ഞിട്ട് അസൈൻ ചെയ്യാത്തതുണ്ടെങ്കിൽ സീക്വൻഷ്യൽ ആയിട്ടുള്ള വാല്യൂസ് വരും. ഇവിടെ ജാനിന് ഫെബിന് അസൈൻ ചെയ്യാത്തതുകൊണ്ട് ജാനിന് 0 എടുത്ത് അതിന് സീക്വൻഷ്യൽ ആയിട്ട് ഫെബിന് 1 എന്നുള്ള ഇന്റിജർ വാല്യൂ വന്നു.
അത് കഴിഞ്ഞ് വരുന്ന മാറിന് നമ്മൾ 10 കൊടുത്തു. 10 കൊടുത്തോണ്ട് മാറിന് ഇന്റിജർ വാല്യൂ 10 ആയിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന APR എന്തായിരിക്കും? മാറിന് 10 ആയിരുന്നു, APR അസൈൻ ചെയ്തിട്ടില്ല. സോ 10 കഴിഞ്ഞിട്ടുള്ള സീക്വൻഷ്യൽ വാല്യൂ 11 വരും. So this is all about enumerated data type. നമ്മൾ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല ഇത് പ്രോഗ്രാംസിലൊന്നും, തിയറിയിൽ പക്ഷെ അറിഞ്ഞിരിക്കണം. Next, operators and expressions. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. Operators and expression. An expression is formed by joining constant variables or other data elements using operators of suitable category. So ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്രഷനകത്ത് എന്തെല്ലാം വരും? എക്സ്പ്രഷനകത്ത് കോൺസ്റ്റൻസ് വരും, വേരിയബിൾസ് വരും, ഓപ്പറേറ്റേഴ്സ് വരും. കോൺസ്റ്റൻസ് പ്ലസ് വേരിയബിൾസ് പ്ലസ് ഓപ്പറേറ്റേഴ്സ്. കോൺസ്റ്റൻസും വേരിയബിൾസും ഓപ്പറേറ്റേഴ്സും കൂടെ ചേർന്ന് വരുന്നതാണ് എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ is formed by joining constants, variables and other data elements. So constants നെയും variables നെയും data elements നെയും suitable operators, ആ suitable കാറ്റഗറിയിലുള്ള ഓപ്പറേറ്റേഴ്സ് വെച്ച് ജോയിൻ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എക്സ്പ്രഷൻ കിട്ടുന്നത്. So expression is formed by joining constants, variables and other data elements with operators of suitable categories. So data items on which operators act upon are called operands. അടുത്ത ടേം ആണ് operands. operands എന്ന് പറഞ്ഞാൽ data items on which operators act upon. ഓപ്പറേറ്റേഴ്സ് ആക്ട് ചെയ്യുന്ന ഡേറ്റ ഐറ്റംസിനെ ഓപ്പറൻസ് എന്ന് വിളിക്കും. ഇനി ചില ഓപ്പറേറ്റേഴ്സിന് രണ്ട് ഓപ്പറൻസ് വേണം, ചില ഓപ്പറേറ്റേഴ്സിന് ഒരു ഓപ്പറൻസ് മതി. ചില ഓപ്പറേറ്റേഴ്സിന് രണ്ട് ഓപ്പറൻസ് വേണം, ചില ഓപ്പറേറ്റേഴ്സിന് ഒരു ഓപ്പറൻഡ് മതി. ഇനി രണ്ട് ഓപ്പറൻസ് വേണ്ട ഓപ്പറേറ്ററിനെ ബൈനറി ഓർ ഡയഡിക് ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കും. ബൈനറി ഓർ ഡയഡിക് ഓപ്പറേറ്റേഴ്സ്, അതിനകത്ത് രണ്ട് ഓപ്പറൻസ് വരും. ഡയഡിക് ഓർ ബൈനറി ഓർ ഡയഡിക് ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് രണ്ട് ഓപ്പറൻസിന്റെ പുറത്താണെങ്കിൽ യൂണറി ഓർ മോണഡിക് ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഓപ്പറൻഡ് മതി. Operators which act upon a single operand are known as unary or monadic operators, whereas operators which act upon two operands are known as binary or dyadic operators. എന്താണ് operator? Operator is a symbol that tells the computer to perform specific mathematical or logical manipulations on the operands. So operator എന്ന് പറഞ്ഞാൽ it is a symbol. It is a symbol that tells the computer to perform specific
specific mathematical or logical manipulations. Specific mathematical or logical manipulations on the operands. So ഓപ്പറേറ്ററിനകത്ത് വരുന്ന ഓപ്പറൻസിനകത്ത് എന്ത് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ മാനിപ്പുലേഷൻസ് ആണ് നടത്തേണ്ടത് എന്ന് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്ന സിമ്പിളിനെയാണ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഓപ്പറൻസിനകത്ത് എന്ത് സ്പെസിഫിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ മാനിപ്പുലേഷൻസ് ആണോ പെർഫോം ചെയ്യേണ്ടത് അത് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്ന സിമ്പിളിനെയാണ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. There are different categories of operators which are used in C++. C++ൽ ഉപയോഗിക്കുന്ന പല കാറ്റഗറി ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. Arithmetic operators. So arithmetic operators ൽ വരുന്നു മൈനസ്, പ്ലസ്, ഇത് ഫസ്റ്റ് വൺ is subtraction or unary minus, ഇത് addition, multiplication, division, modulus division, decrement, increment. So ഇത്രയാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇതില് ഫസ്റ്റ് വൺ മൈനസ് സൈൻ എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ യൂണറി മൈനസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. സോ നെഗറ്റീവ് നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ നെഗറ്റീവ് സിമ്പിൾ നമ്പർ. അപ്പോൾ ആ സിമ്പിൾ ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഓപ്പറേറ്റർ ആക്ട് ചെയ്യാൻ ഒരു ഓപ്പറന്റിന്റെ ആവശ്യമുള്ളൂ. സോ അതുകൊണ്ടാണ് യൂണറി മൈനസ് എന്ന് പറയുന്നത്. സബ്ട്രാക്ഷനും ഉണ്ട് യൂണറി മൈനസും. പിന്നെ പ്ലസ് എന്താണ് അഡീഷൻ. ഈ ആസ്ട്രിക് സിമ്പിൾ ഈ സ്റ്റാർ പോലെ ഇരിക്കുന്ന ഇതിനെയാണ് ആസ്ട്രിക്സ് എന്ന് പറയുന്നത്. ഈ സിമ്പിൾ ആണ് മൾട്ടിപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതുവാണെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യണം. ഇനി ഫോർവേഡ് സ്ലാഷ് സിമ്പിൾ യൂസ് ചെയ്ത ഡിവിഷൻ, പെർസെന്റേജ് സിമ്പിൾ, മോഡുലസ് ഡിവിഷൻ. മോഡുലസ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടും. എ മോഡ് ബി എന്ന് എഴുതി കഴിഞ്ഞാൽ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുമോ അതാണ് മോഡുലസ് ഡിവിഷൻ കൊണ്ട് കിട്ടുന്നത്. മോഡുലസ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടും. അതുപോലെ മൈനസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ വാല്യൂ നമുക്ക് കുറയ്ക്കണമെങ്കിൽ മൈനസ് യൂസ് ചെയ്യാം. അതുപോലെ പ്ലസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വേരിയബിളിന്റെ വാല്യൂ നമുക്ക് കൂട്ടാം. സോ ദി ഓപ്പറേറ്റേഴ്സ് പ്ലസ്, മൈനസ്, ആസ്ട്രിക്, ഫോർവേഡ് സ്ലാഷ് ആൻഡ് percentage can be used with numeric operands, and modulator operator is used to obtain remainder of integer division. It cannot be used on float and double. ഇത് നമുക്ക് ഇന്റിജറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം റിമൈൻഡർ വരുന്നത് എപ്പോഴും ഇന്റിജർ വാല്യൂ മാത്രം എടുക്കുമ്പോഴാണ് ഈ റിമൈൻഡർ വരുന്നത്. ഇന്റിജർ ഡേറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റിജർ ഓപ്പറൻസിൽ മാത്രമേ മോഡുലസ് ഡിവിഷൻ പറ്റൂ. കാരണം നമ്മൾ ഫ്രാക്ഷണൽ ഡേറ്റ ടൈപ്പ് ആണ്. ഫ്രാക്ഷണൽ ഡേറ്റ ആണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഫ്രാക്ഷൻ ഉപയോഗിച്ച് നമ്മൾ റിമൈൻഡർ ഇല്ലാതെ കണ്ടുപിടിക്കും. സോ അതുകൊണ്ട് ഇന്റിജർ വാല്യൂസിന്റെ ഡിവിഷൻ ചെയ്യുമ്പോഴേ നമുക്ക് ഈ മോഡുലസ് ഡിവിഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റൂ. ഒരു വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യണം, ഒരു വാല്യൂവിന്റെ സൈൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണറി മൈനസ് ഉപയോഗിക്കും. ഇറ്റ് ഇസ് ഇക്വലന്റ് ടു മൾട്ടിപ്ലൈയിങ് എ നമ്പർ വിത്ത് -1. ഒരു നമ്പറിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ് ഈ യൂണറി മൈനസ് സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് ഇസ് increment and decrement operators.
അടുത്ത വരുന്നു ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആഡ്സ് 1 പ്ലസ് പ്ലസ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ പ്ലസ് പ്ലസ്, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ മൈനസ് മൈനസ്. പ്ലസ് പ്ലസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആഡ്സ് 1 to its operand, whereas decrement operator subtracts 1 from the operand. നമ്മൾ പ്ലസ് പ്ലസ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഓപ്പറന്റ് വാല്യൂന്റെ കൂടെ 1 ആഡ് ചെയ്യും. അതുപോലെ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ മൈനസ് മൈനസ് ആണെങ്കിൽ സബ്ട്രാക്ട് 1 ഫ്രം ദി ഓപ്പറന്റ്. ഓപ്പറന്റ് വാല്യൂയിൽ നിന്ന് ഒരു 1 സബ്ട്രാക്ട് ചെയ്യും. സോ ദേ ആർ യൂണറി ഓപ്പറേറ്റേഴ്സ് ആൻഡ് മേ ഐദർ പ്രൊസീഡ് ഓർ സക്സീഡ് ദി ഓപ്പറന്റ്. ഇതെന്ന് പറയുന്നത് യൂണറി ഓപ്പറേറ്റർ ആണ്. ഈ ഓപ്പറേറ്റർ ഒരു ഓപ്പറന്റിലെ ആക്ട് ചെയ്യും. സോ ഇറ്റ് ഇസ് എ യൂണറി ഓപ്പറേറ്റർ. സോ ഇതൊരു യൂണറി ഓപ്പറേറ്റർ ആണ്. അത് തന്നെ ഇറ്റ് ക്യാൻ ഐദർ പ്രൊസീഡ് ഓർ സക്സീഡ് ദി ഓപ്പറന്റ്. ഓപ്പറന്റിന് മുമ്പോ ഓപ്പറന്റിന് ശേഷമോ വരാം. when the operator precedes the operand, when it precedes the operand, അതായത് യൂണറി ഓപ്പറേറ്റർ ഓപ്പറേറ്ററിന് പ്രിഫിക്സ് ആയിട്ട് അതിന് മുമ്പ് വരും, ഓപ്പറന്റിന് മുമ്പ് വരുവാണെങ്കിൽ the operation is performed before using the operand. അതായത് ചേഞ്ച് ആൻഡ് യൂസ് റൂൾ ആണ്. അതുപോലെ when it succeeds the operand, ഓപ്പറന്റിനെ സക്സീഡ് ചെയ്യുവാണെങ്കിൽ യൂസ് ആൻഡ് ചേഞ്ച് റൂൾ വരും. അതായത് ഈ ഇൻക്രിമെന്റ് ഓപ്പറേറ്ററോ ഡിക്രിമെന്റ് ഓപ്പറേറ്ററോ ഓപ്പറന്റിന് മുമ്പ് വരുവാണെങ്കിൽ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് വേണം ഓപ്പറന്റിനെ നമ്മൾ യൂസ് ചെയ്യാൻ. യൂണറി ഓപ്പറേറ്റർ അതായത് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററോ ഡിക്രിമെന്റ് ഓപ്പറേറ്ററോ ഓപ്പറന്റിന് മുൻപേ വരുവാണെങ്കിൽ ആദ്യം നമ്മൾ ഓപ്പറന്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. അതേസമയം ഈ ഓപ്പറേറ്റർ ഓപ്പറന്റിന് ശേഷം വരുവാണെങ്കിൽ ഓപ്പറന്റിന് ശേഷം വരുവാണെങ്കിൽ ആദ്യം നമ്മൾ ആ ഓപ്പറന്റിനെ യൂസ് ചെയ്യണം. യൂസ് ചെയ്തതിന് ശേഷം വേണം അതിന്റെ വാല്യൂ മാറ്റാൻ. അതാണ് ഫസ്റ്റ് is when the operator precedes the operand, it is change and use rule, and when it succeeds the operand, it is use and change rule. ഓപ്പറേറ്റർ ഓപ്പറന്റിനെ പ്രിസീഡ് ചെയ്യുമ്പോൾ ചേഞ്ച് ആൻഡ് യൂസ് റൂൾ, ആദ്യം വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് ഓപ്പറന്റിനെ യൂസ് ചെയ്യണം. അതേസമയം ഓപ്പറന്റ് കഴിഞ്ഞാണ് ഓപ്പറേറ്റർ വരുന്നതെങ്കിൽ വാല്യൂ ആദ്യം ഓപ്പറന്റിന്റെ വാല്യൂ യൂസ് ചെയ്തതിന് ശേഷം ചേഞ്ച് ചെയ്യുക. യൂസ് ആൻഡ് ചേഞ്ച് റൂൾ. അതായത് സപ്പോസ് int x is equal to 10, y is equal to plus x. ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ 10 ആയിട്ട് അസൈൻ ചെയ്യുന്നു, എന്നിട്ട് വൈയുടെ വാല്യൂ പ്ലസ് എക്സ് എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെങ്ങനെ വരും? ഇതിലപ്പോൾ വൈയുടെ വാല്യൂ 11 ആയിരിക്കും. അതെന്താണ്? ഓപ്പറന്റിനെ പ്രിസീഡ് ചെയ്യുന്നു. ഓപ്പറന്റിന് മുമ്പ് ഓപ്പറേറ്റർ വരുന്നത് കൊണ്ട് നമ്മൾ വാല്യൂ ആദ്യം ചേഞ്ച് ചെയ്തിട്ട് ഉപയോഗിക്കും. സോ പ്ലസ് എക്സ് എന്ന് കിടക്കുന്നതുകൊണ്ട് 10 + 1 11 ആക്കും, എന്നിട്ടാണ് അതിനെ യൂസ് ചെയ്യുന്നത്. സോ വൈയുടെ വാല്യൂ 11 ആയിരിക്കും. ഇതല്ല y is equal to x ++ എന്നായിരുന്നെങ്കിൽ വൈന്റെ വാല്യൂ 10 ആയിരുന്നു. അതായത് y is equal to x ++ എന്ന് കൊടുത്താൽ വൈക്ക് ആദ്യം എക്സിന്റെ വാല്യൂ യൂസ് ചെയ്യും, അതിന് ശേഷമേ എക്സിന്റെ വാല്യൂ ചേഞ്ച് ആവത്തുള്ളൂ. So value of y will be set as 11 first and then x will be incremented. So ആദ്യത്തെ കേസിൽ എക്സിനെ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ആ വാല്യൂ വൈയിൽ അസൈൻ ചെയ്യും. ഇവിടെയോ ആദ്യം എക്സിന്റെ വാല്യൂ
ഇങ്ങനെയായിരുന്നെങ്കിൽ y is equal to x plus plus എന്നായിരുന്നെങ്കിൽ എക്സിന്റെ വാല്യൂ ആദ്യം yക്ക് അസൈൻ ചെയ്യും, അതിനുശേഷമേ എക്സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യത്തുള്ളൂ. So here it is change and use rule, and here it is use and change rule. Next is hierarchy of operators. നമ്മൾ ഇപ്പൊ നോക്കിയ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ ഹൈറാർക്കി, അതായത് ഏത് ഓർഡറിൽ അത് ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഹൈറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഒരു എക്സ്പ്രഷനകത്ത് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ, പല പല അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ അത് ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണം, അതാണ് ഈ ഹൈറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേറ്റേഴ്സ് ഇൻ C++ ആർ ഗ്രൂപ്പ് ഹൈറാർക്കിയലി ആസ് പെർ ദെയർ പ്രിസിഡൻസ്. അതിന്റെ ഓർഡർ ഓഫ് ഇവാലുവേഷൻ അനുസരിച്ച് ഹൈറാർക്കിക്കലി ആണ് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളതായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളതായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിനുശേഷം അതിന് താഴോട്ടുള്ള പ്രസിഡൻസ് അനുസരിച്ച് ആ ഓർഡറിൽ യൂസ് ചെയ്യും. സോ ഓപ്പറേറ്റേഴ്സ് വിത്ത് ഹയർ പ്രസിഡൻസ് ആർ ക്യാരിഡ് ഔട്ട് ബിഫോർ ഓപ്പറേഷൻസ് ഹാവിംഗ് ലോവർ പ്രസിഡൻസ്. Higher precedence operations are carried out first. Precedence കൂടുതലുള്ളതായിരിക്കും ആദ്യം നമ്മൾ carry out ചെയ്യുന്നത്. ബോഡ്മാസ് റൂൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ബോഡ്മാസ് റൂൾ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. ബ്രാക്കറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓർഡർ മാറും, എക്സിക്യൂഷന്റെ ഓർഡർ മാറും. ബ്രാക്കറ്റ്സിനാണ് ആദ്യം പ്രാധാന്യം. ബോഡ്മാസ് എന്താണ്? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇനി ദി ഓർഡർ ഇൻ വിച്ച് കോൺസിക്യൂട്ടീവ് ഓപ്പറേഷൻസ് വിത്തിൻ ദ സെയിം പ്രിസിഡൻസ് ഗ്രൂപ്പ് ആർ ക്യാരിഡ് ഔട്ട് ഇസ് നോൺ ആസ് അസോസിയേറ്റിവിറ്റി. യൂഷ്വലി വിത്തിൻ ഈച്ച് പ്രിസിഡൻസ് ഗ്രൂപ്പ് അസോസിയേറ്റിവിറ്റി ഇസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഒരേ പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് ആണ് വരുന്നെങ്കിൽ അതിനെ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യും. അതിനെ അസോസിയേറ്റിവിറ്റി എന്ന് വിളിക്കും. അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ പ്രസിഡൻസ് ഉള്ളതാണ് നമ്മുടെ എക്സ്പ്രഷനിൽ വരുന്നെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും അതിന്റെ അസോസിയേറ്റ്. അതായത് ഇതിന്റെ പൊസിഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് യൂണറി, അത് കഴിഞ്ഞ് വരുന്നു മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, പിന്നെ വരുന്നു പ്ലസും മൈനസും. സോ ഇതാണ് അതിന്റെ ഹൈറാർക്കി. ഇതാണ് ഹൈറാർക്കി ഫ്രം ഹൈയസ്റ്റ് ടു ലോവസ്റ്റ്. സോ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, ഇൻക്രിമെന്റ് ഓപ്പറേറ്ററും യൂണറി മൈനസിനാണ് ഏറ്റവും കൂടുതൽ പ്രസിഡൻസ്. പിന്നെ വരുന്നു മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, പിന്നെ വരുന്നു അഡീഷൻ, സബ്ട്രാക്ഷൻ. സോ ഇതില് പ്ലസ് പ്ലസ് മൈനസ് മൈനസും മൈനസും അതാണ് വരുന്നെങ്കിൽ അതിന്റെ ഓർഡർ അനുസരിച്ച് ലെഫ്റ്റ് ടു റൈറ്റ് ഇവാലുവേറ്റ് ചെയ്യും. കാരണം അതിന്റെ പ്രസിഡൻസ് സെയിം ആയതുകൊണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും അസോസിയേറ്റിവിറ്റി. പ്ലസും മൈനസും ആണ് വരുന്നെങ്കിൽ ഒരേ സ്റ്റേറ്റ്മെന്റിലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഇവാലുവേഷൻ വരും. ദിസ് ഈസ് ദി ഓർഡർ, ഹൈയസ്റ്റ് ടു ലോവസ്റ്റ്.